പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യ ചൈന സാമ്പത്തിക ബന്ധം പുനഃസ്ഥാപിക്കുന്നു. ഇന്ത്യ-US വ്യാപാര പിരിമുറുക്കങ്ങൾക്കിടെ ബ്രിക്സ് രാജ്യങ്ങളുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നതായും സൂചന. അതിർത്തി സംഘർഷത്തിൽ അയവ് വരുത്തി ഇന്ത്യയും ചൈനയും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദക്ഷിണേഷ്യൻ രാജ്യത്തിന് 50% താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കുന്നതിന്റെ ഏറ്റവും പുതിയ സൂചനയാണ് ചൈനയുമായുള്ള ഇന്ത്യയുടെ അടുപ്പം. ഈ മാസം ട്രംപ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 50% ഇരട്ടിയാക്കിയതോടെ മോദിയുടെ സാമ്പത്തിക കണക്കുകൂട്ടൽ താളം തെറ്റി. ട്രംപിന്റെ വ്യാപാര യുദ്ധങ്ങളിലെ പ്രധാന ലക്ഷ്യം കൂടിയായ ചൈന ഇന്ത്യയിലേക്കുള്ള യൂറിയ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. ചൈന ജൂണിൽ നിരോധനത്തിൽ ഇളവ് വരുത്തിയെങ്കിലും ഇന്ത്യയ്ക്കുമേൽ ഇതുവരെ നിയന്ത്രണങ്ങൾ പാലിച്ചിരുന്നു. കോടീശ്വരനായ ഗൗതം അദാനിയുടെ കമ്പനിയെ ഇന്ത്യയിൽ ബാറ്ററികൾ നിർമ്മിക്കാനും ശുദ്ധമായ ഊർജ്ജത്തിലേക്ക് വ്യാപിപ്പിക്കാനും അനുവദിക്കുന്ന ചൈനീസ് EV കമ്പനി BYDയുമായി ഒരു കൂട്ടുകെട്ട് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. കൂടാതെ വർഷങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് ശേഷം അടുത്തിടെയാണ് മോദി സർക്കാർ ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ അനുവദിച്ചത്. US-ന് ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. അതിനാൽ തന്നെ ഇന്ത്യ-ചൈന ബന്ധം സുപ്രധാനമാണ്. ബ്രിക്സ് സ്ഥാപക അംഗങ്ങളായ ബ്രസീലുമായും റഷ്യയുമായും മോദി ബന്ധം ശക്തിപ്പെടുത്തുകയാണ്. US-ഉമായുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് ഓഗസ്റ്റിൽ അദ്ദേഹം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US-ൽ കുടിയേറ്റ ഇതര വിസകൾക്ക് അപേക്ഷിക്കുന്നവർ ഇനി നേരിട്ടുള്ള അഭിമുഖങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും. സെപ്റ്റംബർ 2 മുതൽ ഡ്രോപ്പ് ബോക്സ് വിസ പുതുക്കൽ അവസാനിപ്പിക്കുന്നു. വിദേശ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും തിരിച്ചടി. ജോലി, വിദ്യാർത്ഥി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മിക്ക കുടിയേറ്റ ഇതര വിസകൾക്കായും ഡ്രോപ്പ് ബോക്സ് സൗകര്യം എന്നറിയപ്പെടുന്ന ഇന്റർവ്യൂ ഒഴിവാക്കൽ പ്രോഗ്രാം US ഉടൻ അവസാനിപ്പിക്കും. അടുത്ത മാസം 2 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം അപേക്ഷകരും നേരിട്ടുള്ള അഭിമുഖങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും. വർഷങ്ങളോളം ഡ്രോപ്പ് ബോക്സ് യോഗ്യരായ യാത്രക്കാരെ മുഖാമുഖം ഒഴിവാക്കാനും പകരം ഒരു നിയുക്ത സ്ഥലത്ത് രേഖകൾ സമർപ്പിക്കാനും അനുവദിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ പുതിയ നിയമത്തിന്റെ ഭാഗമായി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സ്ക്രീനിംഗ് കർശനമാക്കുന്നതിനുമാണ് നയം പിൻവലിച്ചത്. ഡ്രോപ്പ് ബോക്സ് സേവനത്തിന്റെ മുൻനിര ഉപഭോക്താക്കളാണ് ഇന്ത്യക്കാർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് നേടിയെടുക്കാൻ വ്യാജ രേഖകൾ നൽകിയാൽ ഇനി പിടിക്കപ്പെടും. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ തൊഴിൽ കണ്ടെത്തുന്നതുവരെ ആശ്വാസമേകാൻ ഉദ്ദേശിച്ചാണ് ഇൻഷുറൻസ് നൽകുന്നത്. വ്യാജരേഖകൾ ചമച്ച് അനർഹമായി നേടിയ പണം മുഴുവൻ തിരിച്ചടക്കേണ്ടി വരും. ഇല്ലാത്ത തൊഴിൽ സ്ഥാപനത്തിന്റെ പേരിൽ ഇൻഷുറൻസിൽ ചേരുന്നവർക്കും നഷ്ടപരിഹാരം ലഭിക്കില്ല. മാസവേതനം 16,000 ദിർഹത്തിൽ താഴെയുള്ളവർക്കും മുകളിലുള്ളവർക്കും 2 തരം ഇൻഷുറൻസ് പാക്കേജുകളാണുള്ളത്. ഇൻഷുറൻസ് അപേക്ഷ നൽകി 14 ദിവസത്തിനകം നഷ്ടപരിഹാരം ലഭിക്കും. 16,000 ദിർഹത്തിൽ താഴെ വേതനമുള്ളവർക്ക് പ്രതിമാസം 10,000 ദിർഹവും അതിനു മുകളിലുള്ളവർക്ക് 20,000 ദിർഹവുമാണ് ഇൻഷുറൻസിൽ ലഭിക്കുക. സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് പദ്ധതിയുടെ ഭാഗമാകാൻ അവസരം. സ്വദേശികൾക്കും പ്രവാസികൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. രാജ്യം വിടുകയോ പുതിയ ജോലിക്ക് കയറുകയോ ചെയ്താൽ നഷ്ടപരിഹാരം ലഭിക്കില്ല. ജോലി രാജിവെക്കുകയോ പൊതുമര്യാദകൾക്ക് വിരുദ്ധമായ കാരണങ്ങളാൽ തൊഴിലിൽ നിന്ന് നീക്കിയാലും ആനുകൂല്യം നഷ്ടമാകും. അപേക്ഷിച്ച ദിവസം മുതൽ 2 ആഴ്ചയ്ക്കുള്ളിലാണ് തുക ലഭിക്കുക. ചുരുങ്ങിയത് 1 വർഷമെങ്കിലും പദ്ധതിയുടെ ഭാഗമാകുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ഫാമിലി വിസിറ്റ് വിസകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന മിനിമം ശമ്പള നിബന്ധന ഒഴിവാക്കി. ഇനി എല്ലാ പ്രവാസികൾക്കും വരുമാനം പരിഗണിക്കാതെ തന്നെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്കൊടുവിൽ ജനറൽ റെസിഡൻസി വകുപ്പാണ് ഈ മാറ്റം പ്രഖ്യാപിച്ചത്. നേരത്തെ ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഒരു പ്രവാസിക്ക് കുറഞ്ഞത് 500 കുവൈറ്റ് ദിനാർ വേണമായിരുന്നു. എന്നാൽ ഇത് പല ആളുകൾക്കും താങ്ങാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ പങ്കാളിയെയോ മക്കളെയോ മാതാപിതാക്കളെയോ കുവൈറ്റിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിരുന്നില്ല. മിനിമം ശമ്പള നിബന്ധന നിർത്തലാക്കിയതോടെ ഇനി നിയന്ത്രണങ്ങളില്ലാതെ പ്രവാസികൾക്ക് കുടുംബങ്ങളെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നതോടെ ഇനി കുവൈത്തിലെ ഏതൊരു നിയമപരമായ താമസക്കാരനും വരുമാനം നോക്കാതെ ഫാമിലി വിസിറ്റ് വിസയ്ക്കായി അപേക്ഷിക്കാം. പുതിയ നിയമമനുസരിച്ച് വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള ബന്ധുക്കളുടെ പട്ടിക കൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. നേരത്തെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് മാത്രമായിരുന്നു ഈ സൗകര്യങ്ങളുണ്ടായിരുന്നത്. പുതിയ നിബന്ധന വരുന്നതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 60,000 ദിർഹത്തിനു മുകളിലുള്ള വസ്തുക്കൾ UAE-യിലേക്ക് കൊണ്ടുപോകാൻ കസ്റ്റംസ് ഡിക്ലറേഷൻ നിർബന്ധം. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക, കള്ളക്കടത്ത് തടയുക എന്നിവയാണ് ലക്ഷ്യം. അബുദാബി, ദുബായ്, ഷാർജ തുടങ്ങിയ UAE-യിലെ എല്ലാ പ്രധാന വിമാനത്താവളങ്ങളിലെയും പ്രവേശന കവാടത്തിൽ ഇനി മുതൽ കസ്റ്റംസ് ഡിക്ലറേഷൻ നിർബന്ധമാക്കി. UAE-യിൽ പ്രവേശിക്കുന്നതിനും പുറത്തുപോകുന്നതിനുമായ യാത്രക്കാർ 60,000 ദിർഹത്തിന് മുകളിൽ വരുന്ന പണം, സ്വർണം, ആഭരണങ്ങൾ, വിലയേറിയ കല്ലുകൾ, മറ്റ് സാധനങ്ങൾ എന്നിവ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇനി കസ്റ്റംസ് ഡിക്ലറേഷൻ നിർബന്ധമായും വെളിപ്പെടുത്തണം.
ഇനി വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഔദ്യോഗിക അബ്സെക് പ്ലാറ്റ്ഫോം വഴി നിർബന്ധമായും വെളിപ്പെടുത്തൽ നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കൂടാതെ അബ്സെക് പ്ലാറ്റ്ഫോം വഴി യാത്രക്കാർക്ക് എളുപ്പത്തിൽ ഓൺലൈനായി വെളിപ്പെടുത്തൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ അറിയിപ്പനുസരിച്ച് 18 വയസ്സിന് മുകളിലെ എല്ലാ യാത്രക്കാർക്കും ഈ നിയമം ബാധകമാണ്. നിലവിൽ അബുദാബി, ഷാർജ, റാസൽ ഖൈമ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഈ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.